ഇത് തിരുവനന്തപുരം നെയ്യാർ സ്വദേശി ശരണ്യ. 4 വർഷങ്ങൾക്ക് മുൻപാണ് ശരണ്യയുടെ വൃക്ക മാറ്റിവെച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഓരോ മാസവും ശരണ്യയ്ക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ മരുന്നുകൾ വേണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാരുണ്യ ഫാർമസികൾ വഴി മരുന്ന് ലഭിച്ചിരുന്നതായിരുന്നു ഏക ആശ്വാസം. എന്നാൽ വൃക്ക, കരൾ മാറ്റിവെച്ചവർക്ക് ബ്രാൻഡഡ് മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്ന തദ്ദേശ സ്വയംഭരണ ജോയിന്റ് സെക്രട്ടറി ഉത്തരവിറക്കി. ഇതോടെ ശരണ്യെ പോലെയുള്ള നിരവധി പേരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. 2.5 വർഷം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പൊ 2 മാസം കൊണ്ട് കിട്ടുന്നില്ല. ഞങ്ങൾ ഈ മാസം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു. ഞങ്ങൾക്ക് ഇനി അടുത്ത ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. എങ്കിൽ ഞങ്ങൾ മെഡിസിൻ കഴിക്കുന്നത് നിർത്തേണ്ടി വരും. ഞങ്ങൾക്ക് അല്ലാതെ ഒരു വഴിയും ഇല്ല. ഈ ഗുളിക ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു ഇതാണ്. വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അധിക ചെലവും ബാധ്യതയും കൂടുതലാണ്. അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഭർത്താവ് ഡെയിലി കൂലി വേല ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ സർക്കാർ ഇത്രയും ഈ മരുന്ന് നിർത്തലാക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഉത്തരവിറങ്ങിയതോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മരുന്ന് വിതരണം നിർത്തി. ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരം ജനറിക് മരുന്നുകൾ വിതരണം ചെയ്യുമെന്നാണ് വിഷയത്തിൽ അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകൾ മാത്രമേ അവയവം മാറ്റിവെച്ച രോഗികൾക്ക് ഉപയോഗിക്കാനാകൂ. മരുന്ന് വിതരണം തുടരണമെന്നാവശ്യപ്പെട്ട വൃക്ക രോഗികളുടെ കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്തെ 100 കണക്കിന് രോഗികളെ ബാധിക്കുന്ന തീരുമാനമാണ്. മറ്റു വിഷയങ്ങളിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് പോലെ ഈ പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിലാക്കരുത്. അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.